വീരപ്പൻ അല്ല വീരപ്പനല്ലോ അല്ല പുലിമുരുകൻ. അതൊന്നും അല്ല കൊള്ളയിലെ പ്രതി റോജിയുമായി വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സാജൻ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് വെളിപ്പെടുത്തി ഹംസ. റോജിക്ക് മുൻ സർക്കാരിലെ മന്ത്രിമാരുമായി ബന്ധമുണ്ടെന്ന് സുഹൃത്ത് ആരോപിച്ചു. ഈട്ടിമരം കൊള്ളയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. സന്ദീപ് തോമസ് വിവരങ്ങൾ എന്തൊക്കെ അതിൽ നിന്നുള്ള നിഗമനങ്ങൾ കേരളം സമീപകാലത്ത് കണ്ട വലിയൊരു തട്ടിപ്പായി മാറുകയാണ് വയനാട്ടിലെ മുട്ടിൽ മരം കൊള്ള. മുട്ടിൽ മരം കൊള്ള വിശേഷിപ്പിക്കുന്നത് എങ്കിലും ഇത് വയനാട്ടിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു കേസല്ല. കാസർഗോഡ് ജില്ലയിലുണ്ട് സമാനമായ തട്ടിപ്പ്. അവിടെ മരം കൊള്ള നടന്നിട്ടുണ്ട്. അവിടെ 17 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളത്തുണ്ട്. തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട്. വയനാട്ടിൽ മാത്രം 45 കേസുകളാണ് ഈ മരംമുറിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലമാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു വിവാദമായ ഉത്തരവ് പുറത്തുവരുന്നത്. അതനുസരിച്ച് 960 കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് ചവിട്ടുമ്പോ കാലോട് ചവിട്ടി കഴിഞ്ഞ് വീഴും. വീടപ്പ കിട്ടിയില്ല ഒരു കാലം മുടക്കി പൈസ വീരപ്പൻ അല്ല വീരപ്പനല്ലോ അല്ല പുലിമുരുകൻ. അതെ അത് പൗഡർ തന്നെ പോകും. അതിന്റെ സ്നഗിയെ പിടിക്കാൻ പറ്റുന്ന കണ്ട തമ്പുരം വിളിച്ചോ നമ്മള്. അതെ അവിടെ ഒരു മൂലയാ ഞാൻ കൈ വെച്ചേക്കുന്നതാണ് തടി ഇടിക്കാത്തോളം കാര്യം. ഇനി അത് പഠിച്ചെടുക്കും. അല്ല ഇത് മതി ഇത് മതിയോ? ഇത് കൊടുത്താലോ? ഇത് കൊടുക്കാം. ഓമുന്നോ ഇപ്പം കാണും കേട്ടോ. എന്റെ പൊന്നെ ഇന്നത്തെ രണ്ടാമത്തെ പൊട്ടിയിട്ടാണ് കേട്ടോ. മറ്റേ മേടിച്ചെടുത്തു. ഫുഡ് അർപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് പല്ല് വന്നപ്പോ കടിക്കാനുള്ള സാധനം എല്ലാം ഉണ്ട്. അങ്ങനെ താനേതാ പിന്നെ അത് പോട്ടി പോകട്ടോ കേട്ടോ.
എല്ലാം ഇങ്ങനെ വാങ്ങി മറ്റേ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു തട്ടി വെച്ചേ. ബാ, മടുത്തോടെ കുഞ്ഞാ. അയ്യോ, എന്താ ആളായെന്ന് വെച്ചാൽ 2 ദിവസമായില്ല എത്തിയിട്ട്. അല്ല അവിടെ എന്നാ പരിപാടി? തുണി എടുക്കാൻ പോണേ. അതൊന്നും അല്ല, ചെരുപ്പ് എന്നെ തോന്നാം. കാണിക്കൂട്ടോ അതെ, നമുക്ക് കുഞ്ഞു ചെപ്പ് വാങ്ങാട്ടോ. അതെ, പിടിച്ച് കയറാൻ പുള്ളിക്കാരത്തേക്ക് പാകാന്ന് തോന്നുന്നുണ്ട്. അതാ ഇവിടെ നിൽക്കണേ. പുതിയ ഉത്തരവാദിത്തത്തോടെ രാജ്യസഭാംഗമാകുന്ന കേരളത്തിലെ ആദ്യ ദേശീയ മാധ്യമപ്രവർത്തകനായി ജോൺ ബ്രിട്ടാസ് മാറി. വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളുടെ അനുഭവ സമ്പത്തുമായാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ വി ശിവദാസൻ രാജ്യസഭയിലെത്തുന്നത്. പുതിയ അംഗങ്ങൾക്ക് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ വെങ്കയ്യ നായിഡു ആശംസിച്ചു. അമ്മ എടുക്കട്ടെ പൊന്നിനെ. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിലുണ്ടാകുമെന്ന് MP-മാരുടെ ഉറപ്പ്. ഇന്ത്യ എന്നുള്ള രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി നിലകൊള്ളാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിലെ അമ്മയ്ക്ക് കിട്ടുമ്പോ കുഴപ്പമില്ല. അടിയിലത്തെ സാധിച്ചു വാരി വേണ്ട. അടിയിലത്തെ സൈഡ് അവിടെ എന്നാ അപ്പോഴും തോന്നി അതെന്നാന്ന് തോന്നി കാറ്റ് വിടുന്നതാ. അതിനെ കണ്ണാടി കാണാൻ തോന്നുന്നു.